വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പുതിയ DCC പ്രസിഡന്റുമാരെ നിയമിച്ചപ്പോൾ സുധീരൻജി നടത്തിയ പ്രവചനം സത്യമാവുന്നത് കണ്ടുകൊണ്ടാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ കോൺഗ്രസ് സമരസംഘടനയായി. DCC പ്രസിഡന്റുമാരിൽ പലരും സമരക്കഞ്ഞി തിളപ്പിച്ചു തുടങ്ങി. KSRTC ജീവനക്കാർക്ക് വേണ്ടിയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് T. സിദ്ദീഖ് കഞ്ഞിയായത്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ AK ശശീന്ദ്രൻ KSRTCയുടെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആനയെ കിട്ടിയതായിരിക്കുന്ന അവസ്ഥയിലാണത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒന്നുകിൽ അദ്ദേഹത്തിന് അറിയില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും വേണ്ടതായിരിക്കുന്ന പിന്തുണ കൊടുക്കുന്നില്ല, കൊടുക്കേണ്ടതായിരിക്കുന്ന പണം കൊടുത്ത് പിന്തുണ കൊടുക്കുന്നില്ല. സിദ്ദീഖിന്റെ അഭിപ്രായത്തിൽ AK ശശീന്ദ്രൻ കഴിവുകെട്ട മന്ത്രിയാണ്. ശശീന്ദ്രന്റെ കാര്യം കഷ്ടമാണ്. മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്ക് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് കേരളത്തിൽ. മുഖ്യമന്ത്രിയെ കാണാൻ മന്ത്രിമാർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഞങ്ങൾക്കറിയില്ല AK ശശീന്ദ്രൻ മന്ത്രിക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതന് KSRTCയിലെ ജീവനക്കാരുടെ വിഷയം പറയാൻ മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സംശയം പോലും ഞങ്ങൾക്കുണ്ട്. ആ സംശയം അസ്ഥാനത്താണ്. എന്തെന്ന് വെച്ചാൽ T. സിദ്ദീഖ് കാര്യമറിയാതെ സംസാരിക്കുകയാണ്. സത്യത്തിൽ ആ വകുപ്പ് AK ശശീന്ദ്രന് വേണ്ടി രൂപീകരിച്ചതാണ്. ഈ മുന്നണിയിലെ വകുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്നോട് കാണണം എന്നാവശ്യപ്പെടുകയും ഞാൻ അവരുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ച വകുപ്പല്ല കിട്ടിയത്. അതിൽ പരാതിയൊന്നുമില്ല. എന്നാലും ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമാണ്. വഴിയിൽ വണ്ടി കിടന്നു പോയാൽ മന്ത്രിയെ വണ്ടിയിലിരുന്ന് പറയാവുന്ന പുലഭ്യം മുഴുവൻ പറഞ്ഞിരിക്കും. മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ടയർ പഞ്ചറായാൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വേറെ ഏതെങ്കിലും വകുപ്പ് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ അവർ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ട് നിങ്ങൾ ഒതുങ്ങണം എന്നല്ല, AK ശശീന്ദ്രൻ തന്നെ ഈ വകുപ്പ് ഏറ്റെടുക്കണം. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. അഴിമതിയില്ലാതെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റാതെ വന്നു. അതിനിത്തിരി സത്യമുണ്ട് കേട്ടോ. KSRTC പോലുള്ള കോർപ്പറേഷനുകളാണ് ആ വകുപ്പിന് കീഴിൽ വരിക. 10 കാശ് ഉണ്ടായിട്ട് വേണ്ടേ അത് വെച്ച് അഴിമതി നടത്താൻ? വിചാരിച്ചാലും നടക്കില്ല. എനിക്ക് NCP പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാവരും നിവേദനം തരുന്നുണ്ട്. എന്റെ കയ്യിൽ തന്നെ ഒത്തിരി നിവേദനം മന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിലെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുകൂടി തന്നെ ഒരു സ്കാനിയ ബസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു നിലയിലാണ്. ഓരോരുത്തരും ദയവ് ചെയ്ത് അങ്ങനെ നിർബന്ധിക്കരുത്. നമ്മുടെ വീടിന്റെ അടുത്തുകൂടി ബസ് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ യാത്രക്കാർ ഉള്ള പ്രദേശത്തുകൂടി ഈ ഒരു വാഹനം വേണമെന്ന നിവേദനമായിരിക്കണം നിങ്ങൾ മന്ത്രിക്ക് കൊടുക്കാനുള്ളത്. എന്നിട്ട് വേണം നിവേദനം വാങ്ങിയ മന്ത്രിയും കൊടുത്ത പാർട്ടിക്കാരും നാണം കെടാൻ. കഞ്ഞിക്ക് വകയില്ലാത്ത കോർപ്പറേഷനാണത്.
ഇന്നത്തെ ദിവസം കൂട്ടിയ 14ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് KSRTC-യിൽ. ഇവിടെ ശമ്പളം മുടങ്ങിയതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ UDF ഗവൺമെൻറ്റുള്ള സമയത്ത് കൃത്യമായി ശമ്പളം മുടങ്ങിക്കഴിഞ്ഞാൽ വക മാറ്റി അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം തന്നിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പൈസ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം ശമ്പളം തന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും ഞങ്ങളെ ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായ ഒരു അനാസ്ഥയാണ്. AK ശശീന്ദ്രനെയും KSRTC-യെയും ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കോൺഗ്രസിലെ വിശേഷങ്ങൾ കാണാം. KSRTC-യെ കൊണ്ടുള്ള ഏക ഗുണം പ്രതിപക്ഷത്തുള്ളവർക്ക് സമരം ചെയ്തു പഠിക്കാം എന്നതാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കോഴിക്കോട് DCC പ്രസിഡന്റിന് ഒരു തുടക്കം കിട്ടിയത് KSRTC ഉള്ളത് കൊണ്ടാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് വളരെ കൃത്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പുറത്തുനിന്നുള്ളവരുടെ പിന്തുണയും സഹായവും ഉറപ്പാണ്. എന്നാൽ ആ പാർട്ടിക്ക് അകത്തുള്ളവരുടെ പിന്തുണയും സഹായവും അത് പല പ്രസിഡന്റുമാരും സ്വപ്നത്തിൽ തന്നെ കാണേണ്ടി വരും. എന്തെന്ന് വെച്ചാൽ ഈ നിയമനങ്ങൾ A ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന് അത്രയങ്ങ് ദഹിച്ചിട്ടില്ല. അല്ല, DCC പുനഃസംഘടന പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പരാതി ഉള്ളത് പറഞ്ഞല്ലോ A ഗ്രൂപ്പുകാർക്കാണ്, അതായത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാർക്ക്. അവർ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിട്ടുമുണ്ട്. ചുമതലയുള്ള സെക്രട്ടറി അല്ലേ, സംഘടനാപരമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ പുതിയ DCC പുനഃസംഘടന കഴിഞ്ഞ ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയാണിത്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചർച്ച? അതേക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം എന്ന് MM ഹസൻ പറഞ്ഞാൽ അതിനർത്ഥം ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരുടെ അഭിപ്രായം എന്നാണ്. അവർക്ക് കിട്ടിയ ജില്ലകൾ പോരാ എന്നാണ് യഥാർത്ഥത്തിൽ അവരുടെ അഭിപ്രായം. ഇനി പറഞ്ഞതെന്തോ ഏതോ. ഞാനിപ്പോൾ മാധ്യമങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി നേരത്തെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അതെ അതെ, അത് നേരത്തെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കേരളത്തിലെ നേതാക്കൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. ഇനി നല്ലത് അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഏത് തരത്തിലുള്ള പുനഃസംഘടനയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടത്തണമെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ നിലവിലുള്ള ഈ DCC പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ ഒരു അതൃപ്തി? അങ്ങനെയല്ല, അത് അങ്ങനെ അർത്ഥമില്ലല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതേ ആളുകൾ തന്നെയല്ലേ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയൊന്നും അതിന് വ്യാഖ്യാനമില്ല. നേരത്തെ കൊടുത്ത ഉറപ്പ് പാലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്ര. കോൺഗ്രസുകാർ ഇങ്ങനെ ഏറെ കഷ്ടപ്പെട്ട് പാർട്ടിയെ യുവ നേതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ CPMുകാർ ഇപ്പോഴും വാർദ്ധക്യത്തിന്റെ ആവേശത്തിലാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ
വെള്ളം ഇവിടുത്തെ കിണറുകളിലും എല്ലാ കിണറുകളിലും വെള്ളം കേടാണ്. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കുറച്ചുകൂടെ അറിയാമല്ലോ, ആസിഡ് ആണെന്ന് പറയുന്നു. അപ്പൊ ഈ ലിറ്റ്മസ് പേപ്പർ ഇട്ട് പരിശോധിച്ചാൽ വെള്ളത്തിൽ ആസിഡ് ഉണ്ടെന്ന് കാണാം. അപ്പൊ നമുക്കതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകണം. വേണ്ട, കുടിക്കാൻ മതി. വെള്ളം ഇതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇതായിരുന്നു ആദ്യത്തെ നിലയായിരുന്നു. അത് പിങ്കായിട്ട് മാറി, കളർ മാറി തുടങ്ങി. അത് സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ ആസിഡിന്റെ അംശമുണ്ട് എന്നാണ്. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണം? വെള്ളം പോലും കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതികേടില്ല ഞങ്ങൾ. അവിടെയാണ് വെള്ളം കൊണ്ടുപോകാൻ വെച്ചേക്കുന്നത്. വെള്ളം മേടിച്ച് പുറത്ത് കൊണ്ടുവച്ചേക്കാണ്. ഞങ്ങൾ ആ വെള്ളം എടുത്തിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നിനും മേലെ കയറി വെള്ളം കൊണ്ടുപോയാൽ അതിന് പറ്റുന്നില്ല. ഇത് ഈ ചവിട്ടുപടി കയറിയിട്ട് വേണ്ട വെള്ളം ഞങ്ങൾ പ്രായമായി ഇളക്കുന്നു. തൃശൂർ ജില്ലയിലെ ചെറുവത്തേരിയിൽ ഒരു ആസിഡ് ഫാക്ടറി ഉണ്ടാക്കുന്ന ജലമലിനീകരണം പരിശോധിക്കാൻ VS എത്തിയപ്പോഴുള്ള രംഗമാണ് ഈ കണ്ടത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങുന്ന അഭിവാദ്യം കിട്ടുന്നതിൻ്റെ അർത്ഥം പിണറായിക്ക് കരിഷ്മ പോരാ എന്നല്ല കേട്ടോ, അതർപ്പിക്കാനുള്ള അനുഷ്ഠാനം വേറെയാണ്. VSന്റെ ദീർഘായുസിനും പിണറായിയുടെ ചങ്കുറപ്പിനും പാർട്ടി പരമ്പര ദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഈ അനുഷ്ഠാനങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. നോമ്പെടുത്ത് ഇരുമുടിക്കെട്ടേന്തി 18-ാം പടി ചവിട്ടി മുകളിൽ ചെന്ന് ധർമ്മശാസ്താവിൻ്റെ മുന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ രീതി. തീർച്ചയായിട്ടും ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 10ാമത്തെ വയസ്സ് മുതൽ ഇവിടെ വരുന്നതാണ്. ഈ എല്ലാ വർഷവും വരും. കൂടുതൽ ഇനിയും വരാനുള്ള അവസരം ഭഗവാൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. അന്ന് പുഷ്പാഭിഷേകം വഴിപാട് കഴിച്ചല്ലോ. 2 ദിവസം കുമ്മനം മോദിക്ക് വേണ്ടി ഒരു വഴിപാട് കഴിച്ചിരുന്നു. ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ നാളെ നിങ്ങൾ ചോദിക്കേ. കുമ്മനം രാജശേഖരസ്വാമി കഴിഞ്ഞ ദിവസം മോദിക്ക് വേണ്ടി പുഷ്പാഭിഷേകം നടത്തി എന്നതൊക്കെ ശരി തന്നെ. അതൊന്നും വ്യാഖ്യാനിച്ചു നിൽക്കാൻ ഇപ്പോൾ നേരമില്ല. നേരെ വാവൂർ സ്വാമിയുടെ മുന്നിലെത്തണം.
കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ നബിദിന ആശംസകൾ കൂടി നേരുകയാണ്. സൗഹാർദ്ദത്തിന്റെയും ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിനമായിട്ടാണ് നബിദിനത്തെ കാണുന്നത്. സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും മുന്നണിയാണല്ലോ അയ്യപ്പനും വാവരും നേതൃത്വം കൊടുക്കുന്ന മുന്നണി. ആ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ സൂക്ഷിക്കണം, ചിലപ്പോൾ അറസ്റ്റിലായേക്കാം. അതിനിടയിൽ ദേശസ്നേഹവും ദേശഭക്തിയും പല വിധത്തിൽ പുറത്തേക്ക് വരികയാണ്. ഭാരതം എന്റെ രാഷ്ട്രമാണ്. ഞങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നു. രാഷ്ട്രസ്നേഹം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട വികാരമല്ല. രാഷ്ട്രസ്നേഹം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട വികാരമല്ല. ഒരു ഭരണകൂടത്തിനും നിർബന്ധപൂർവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നല്ല ദേശീയ ബോധം. ഞങ്ങൾ ഭാരതീയരാണ്. ഞങ്ങൾ ദേശത്തെ സ്നേഹിക്കുന്നു. രാഷ്ട്രബോധം അടിച്ചേൽപ്പിക്കേണ്ട വികാരമല്ല. നാഴികക്ക് 4 വട്ടം ആണയിട്ട് തെളിയിക്കപ്പെടേണ്ടതല്ലത്. ജനതയുടെ ദേശീയ ബോധം അതാണ്. അവരുടെ നെഞ്ചിലുണ്ടത്. രാഷ്ട്രസ്നേഹികൾ തന്നെയാണ്. ഭരണകൂടത്തിന്റെ ഫാസിസത്തിനെതിരെ പ്രതിഷേധിക്കുക. ഞങ്ങൾ ദേശസ്നേഹികൾ തന്നെയാണ്. നാഴികക്ക് 4 വട്ടം ആണയിടേണ്ടി വരുന്നത് ഒന്നിനു പുറകെ ഒന്നായി സിനിമ കാണുമ്പോഴാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഭരണഘടനയിലോ എവിടെയും പറയുന്നില്ല. മറിച്ച് ദേശീയ ഗാനത്തെ അപമാനിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 90 മിനിറ്റും 60 മിനിറ്റും ഉള്ള സിനിമ പ്രദർശിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഡെലിഗേറ്റ്സ് ഓരോ നിമിഷവും എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ പലരും മടിച്ചുകൊണ്ടും വളരെ പുച്ഛത്തോടു കൂടിയൊക്കെ എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. സത്യത്തിൽ ഇതാണ് ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓരോ സിനിമയുടെയും ഇടയിൽ ദേശീയ ഗാനം ആലപിക്കാതെ നിവൃത്തിയില്ല. അപ്പോഴെല്ലാം എഴുന്നേറ്റ് നിൽക്കാതെയും നിവൃത്തിയില്ല. ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായും ദേശീയ ഗാനം ആരംഭത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. അത് പിന്നെ ആരെങ്കിലും എണീറ്റ് നിൽക്കുന്നില്ല, ഇരിക്കുന്നതാണെങ്കിൽ അവരെ ബലം പ്രയോഗിച്ചിട്ട് നിർത്താനൊന്നും നമുക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ട് അങ്ങ് നിൽക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ. ഇതൊരു ശരിയായിട്ടുള്ള ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പൊതുവികാരം ദേശീയ ഗാനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വരുന്നതല്ലേ. അപ്പോൾ ഒരാളങ്ങ് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഗുണമുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാലൻ സഖാവ് പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഒരു പൊതുബോധം അങ്ങ് ഉയർന്നു വരുമ്പോൾ അതിനൊപ്പം അങ്ങ് എഴുന്നേറ്റ് നിന്നേക്കണം. അതിനു മുന്നിൽ പിന്നെ ഓരോ ചോദ്യം ചോദിച്ച് നേരം കളയാൻ നിൽക്കരുത്. ലോകോത്തര സിനിമകൾ കാണിക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ദേശീയഗാനം കേൾക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ദേശീയത ഉണ്ടാക്കേണ്ട ആവശ്യം അല്ല. നമ്മുടെ ദേശത്തിന്റെ വികാരം നമ്മൾ പ്രകടിപ്പിക്കണമല്ലോ. അതിനോട് അവർ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കണമല്ലോ. വേറെ രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ അവരുടെ ദേശീയഗാനം ആലപിക്കുമ്പോൾ ഞാൻ അതിനോട് യോജിപ്പില്ല, ഞാൻ ഇരിക്കാൻ പോകാണെന്ന് പറയുന്നതിനകത്തൊരു മര്യാദയില്ലല്ലോ. സിനിമാ തിയേറ്ററുകളിൽ ദേശീയത വളരണമെന്നാണ് ചോദ്യം. സിനിമാ തിയേറ്ററിലല്ല, എൻ്റെ അഭിപ്രായം ആൾ കൂടുന്ന എല്ലാ സ്ഥലത്തും ദേശീയ ഗാനവും ആരംഭിക്കണമെന്നുള്ളത് തന്നെയാണ്. പൂജനീയ ബാലൻജിയാണ് ശരി. എവിടെ ആൾ കൂടുന്നോ അവിടെ ദേശീയ ഗാനം ആലപിക്കണം. CPM സമ്മേളനങ്ങളിൽ ആൾ കൂടുന്നുണ്ടെങ്കിൽ അവിടെയും ആലപിക്കണം ദേശീയ ഗാനം. അത്രയും ദേശീയ ബോധം വേണ്ടതു തന്നെയാണ്. ഇത് പക്ഷേ മാവോയിസ്റ്റുകൾക്ക് മാത്രം മനസ്സിലാവില്ല. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് രാഷ്ട്രം ഭരണകൂടം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കണമെന്നുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ രാഷ്ട്രത്തെ സേവിക്കൂ, നിങ്ങൾ രാഷ്ട്രത്തെ സ്നേഹിക്കൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ഞങ്ങൾ വന്നത് സിനിമ കാണാനാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഒരാളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനോ നമുക്ക് അംഗീകരിക്കാനാവില്ല. ഇതാണ് ഈ രീതിയിൽ ഞങ്ങളുടെ പ്രതിഷേധം. പക്ഷേ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ, ഒരു മാവോയിസ്റ്റ് പാർട്ടി അല്ലല്ലോ. ദേശീയ ഗാനത്തോട് എന്തെങ്കിലും അനാദരവ് കാണിക്കണം എന്നുള്ള അഭിപ്രായം CPM-നില്ല. എന്ന് വെച്ചാൽ സഖാക്കൾ ബാലനും ബാലകൃഷ്ണനും പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. പിന്നെ ഇനി
വിപ്ലവ വീര്യം പ്രകടിപ്പിച്ചേ അടങ്ങൂ എന്ന് വാശിയുള്ളവർക്ക് അത്തരക്കാർ CPM-ലുണ്ടെങ്കിൽ അവർക്കും ഒരു കാര്യം ചെയ്യാം. അത് സെക്രട്ടറി പറഞ്ഞു തരും. അല്ല, അത് ആ സമയത്ത് ഇരിക്കാൻ പറ്റുന്നവരതിന് പോയാൽ മതി. ഒരു കോടതിയുടെ വിധി അനുസരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ആ സമയത്ത് കഴിഞ്ഞിട്ട് കാര്യാൽ മതിയല്ലോ അങ്ങനെയുള്ള ആളുകൾ. ഇതിന് തീരെ സഹകരിക്കാൻ പറ്റൂലെങ്കിൽ. മനസ്സിലായില്ലേ? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേൽക്കാൻ വിഷമമുള്ളവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിൽ കയറിയാൽ മതി. ഇതൊരു ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാക്കേണ്ട പ്രശ്നം തന്നെ ശരിയല്ല. അത് ദേശീയത എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു വൈകാരികമായി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളില്ല. ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ അങ്ങനെയുണ്ട്, ദേശീയതയുടെ ഒരു കുത്തക ഏറ്റെടുത്തുകൊണ്ട് ചില രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഇത് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് വന്നതായതുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന അഭിപ്രായമുള്ള ആളുകൾ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ന്യായം. പൂർണ്ണമായും ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കി മാവോയിസ്റ്റ് ഗവൺമെൻറ് ആക്കാമെന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ട. ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലാണ്. എങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ അതിന്റെ മേലൊന്നുമില്ല. ഇതിന്റെ മേലെ എന്നാലും ജലീൽ സഖാവ് ഇത്രത്തോളം കായിക മൗലികവാദി ആവരുത് എന്നൊരഭിപ്രായം പൊളിമിക്സിനുണ്ട്. അത്യാവശ്യത്തിന് യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇക്കാലത്ത് പല സഖാക്കളും അത് ചെയ്യുന്നുണ്ട്. സുധാകരൻ സഖാവ് ഉദ്ദേശിച്ചതും ഇതുതന്നെയാണല്ലോ, കയ്യടി വാങ്ങുക എന്നത്. അത് കിട്ടി. ഏതായാലും ഇത്തരം വാഹനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഓടിച്ച് കേസിൽ പെടരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് പൊളിമിക്സ് പിൻവാങ്ങുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.